നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ നിതീഷ് കുമാർ വരെയുള്ളവരുടെ ഒപ്പം പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ളയാളാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ. നിതീഷ് കുമാറിന്റെ മറുകണ്ഠം ചാടലിനെക്കുറിച്ച് ഇന്ത്യ ടുഡേ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്റർ രാജ്ദീപ് സർദേശായിയുമായി സംസാരിക്കവേ പ്രശാന്ത് ചില കാര്യങ്ങൾ പങ്കുവച്ചു. നികേഷിന്റെ ഘർ വാപ്പസിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, വലിയ യുദ്ധം ജയിക്കാൻ വേണ്ടി ചെറിയ യുദ്ധം തോറ്റുകൊടുക്കുന്ന തന്ത്രം എന്നാണ് പ്രശാന്ത് കിഷോർ വിശേഷിപ്പിക്കുന്നത്. പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി നിതീഷ് കുമാർ തുടരുന്നത് വലിയ സംഭവം ആയിരുന്നില്ല. കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന എന്തെങ്കിലും നിതീഷിന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തിൽ വിശ്വസിച്ചവരുണ്ട്. അവർ നിതീഷിനെ പുതിയ സഖ്യത്തിന്റെ മുഖ്യ ഘടകങ്ങളിൽ ഒന്നായി കരുതി. BJP നിതീഷിനെ തിരിച്ചെടുത്തതോടെ വലിയ യുദ്ധം ജയിക്കാൻ ചെറിയ യുദ്ധം തോറ്റുകൊടുക്കുന്ന തന്ത്രമാണ് പയറ്റിയത്. ബീഹാറിൽ സീറ്റ് എണ്ണം കൂട്ടാൻ വേണ്ടിയാണ് നിതീഷിനെ വീണ്ടും ഒപ്പം കൂട്ടിയതെന്ന് കരുതുന്നില്ലെന്നും പ്രശാന്ത് പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ ശില്പികളിൽ ഒരാളെ അടർത്തി മാറ്റിയതിലൂടെ പ്രതിപക്ഷത്തിന് ഒരു മാനസിക പ്രഹരം ഏൽപ്പിക്കുകയായിരുന്നു BJP എന്തായാലും മുൻപന്തിയിൽ തന്നെയായിരുന്നു. നിതീഷ് മറുകണ്ഠം ചാടിയതോടെ പ്രതിപക്ഷത്തിന് മാനസികാഘാതമായെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നുവല്ലോ. 2022 2021 അവർ സഖ്യം രൂപീകരിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ തീർക്കാൻ 2 വർഷം കിട്ടുമായിരുന്നെന്നും പ്രശാന്ത് പറഞ്ഞു. ആജ് തക്കിന് നൽകിയ അഭിമുഖത്തിൽ പ്രശാന്ത് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ BJP സഖ്യം തൂത്തുവാരുമെന്നാണ്. JDU അധ്യക്ഷനെയും പ്രശാന്ത് വിമർശിച്ചു. നിതീഷ് കുമാർ തന്റെ ജീവിതത്തിലെ അവസാനത്തെ ഇന്നിംഗ്സ് കളിക്കുകയാണ്. ജനങ്ങൾ നിതീഷിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കസേര സംരക്ഷിക്കാൻ അദ്ദേഹം എന്തും ചെയ്യുന്നതെന്നും പ്രശാന്ത് പറയുന്നു. അതേസമയം BJPക്കൊപ്പം ചേർന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ബീഹാറിന് ആവശ്യമില്ലെന്നും സംസ്ഥാനത്ത് സാമൂഹിക നീതി ഉറപ്പാക്കുകയെന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ മുന്നണി ജാതി സർവേക്കൊപ്പം നിൽക്കുന്നതിനാലാണ് നിതീഷ് മറുകണ്ഠം ചാടിയതെന്നും അല്പം സമ്മർദ്ദമുണ്ടായപ്പോൾ അദ്ദേഹം BJP പാളയത്തിലെത്തിയെന്നും രാഹുൽ പറഞ്ഞു. ബീഹാറിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള സഖ്യം ക്ലീൻ സ്വീപ്പ് ചെയ്യുമെന്ന് പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDAയിലേക്ക് മടങ്ങിയതോടെയായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പ്രതികരണം. ആജ് തക്കിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിതീഷ് കുമാറിനെ തന്ത്രശാലി എന്നാണ് പ്രശാന്ത് കിഷോർ വിളിച്ചത്. ബീഹാറിലെ JDU BJP സഖ്യം ദീർഘകാലം മുന്നോട്ട് പോകില്ലെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന് 20-ൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയില്ല. അദ്ദേഹം ഏത് സഖ്യത്തിന് വേണ്ടി പോരാടിയാലും അവർക്ക് 20-ൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചാൽ താൻ തന്റെ ജോലി ഉപേക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ദിവസങ്ങളുടെ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് മഹാസഖ്യത്തിന്റെ സർക്കാരിന്റെ ഘടകകക്ഷികളായ RJDയുമായും കോൺഗ്രസുമായും നിതീഷ് കുമാർ ഞായറാഴ്ച ബന്ധം വിച്ഛേദിക്കുകയും NDA സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു.